ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ് നമ്മളിന്നൊരു പാവപ്പെട്ടനായിട്ടാണ് കളിക്കാൻ പോണ ഗെയിമിൽ. നമുക്ക് പുതിയൊരു ജോബൊക്കെ സെറ്റായിട്ടുണ്ട് ഗൈസ്. പറഞ്ഞ കണക്ക് ജോബിൻ്റെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമ്മളിപ്പം വേണ്ട ഗൈസ് ഇപ്പം തന്നെ പറഞ്ഞേക്കാം. നമ്മളെ ജോബ് എന്ന് പറഞ്ഞാൽ ലോറി ഓടിക്കുന്ന ജോബാണ് ഗൈസ്. അപ്പം നമ്മൾ ലോറി എന്ന് പറഞ്ഞാൽ ചുമ്മാ ലോറി ഓടിച്ചുകൊണ്ട് റോട്ടിൽ നടക്കുന്നതല്ല. നമ്മളിങ്ങനെ ലോറിയൊക്കെ കൊണ്ടുപോയി ലോറിയിൽ വണ്ടികളൊക്കെ കയറ്റി കൊണ്ടുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണത്. അതാണ് ഗൈസ് നമ്മളെ ജോബ്. ഗൈസ് ഞാൻ 5-6 ദിവസം വീഡിയോ ഇവിടെ ലേഗായിപ്പോയി. മെയിൻ കാരണം നമ്മളെ വീഡിയോയ്ക്കാരും വ്യൂവേഴ്സ് ഒന്നും തരുന്നില്ല. നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ഒന്നും ആരും ചെയ്യുന്നില്ല. വിഷമം കൊണ്ടാണ് ഗൈസ് ഞാൻ ഇടാത്ത. തൊട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ്. നമുക്ക് കാറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യണം, പിന്നെ എക്സ്പോർട്ട് ചെയ്യണം, പിന്നെ പല പല ജോലികളുണ്ട്. ഇവിടെ ഇതിൻ്റെ ബാക്കിലാണ് നമ്മളെ ലോറി കിടക്കുന്നത്, നമുക്ക് എടുക്കാം ലോറി. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ വണ്ടി. തട്ടി അതിവിടെ വണ്ടി ഇവിടോട്ട് അങ്ങോട്ട് ഒതുക്കി വയ്ക്കുകയാണ് നമ്മളെ ബൈക്ക്. പാർക്ക് ഇവിടെ നിന്ന് വെക്കേണ്ട, ഇവിടെയൊക്കെ ചരി അടിച്ചു കൊണ്ടു. നമുക്ക് നമ്മളെ വണ്ടി പതുക്കെ എടുത്ത് ഇവിടെ അല്ലെങ്കിൽ അവിടെ വയ്ക്കാം, ലോറിയുടെ അടുത്ത് വയ്ക്കാൻ. ഇവിടെ നമുക്ക് ഓടി അങ്ങോട്ട് എത്താൻ ഇത്തിരി പാടാണ്. ഇവിടെ തന്നെ ഒതുക്കി വയ്ക്കാം. ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ ക്ലിയർ അടിച്ച് നമുക്ക് ഇവിടെ തന്നെ ഒതുക്കി വയ്ക്കാം. എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി പോയി വട്ടാന്ന് വെച്ച് എന്നായിരിക്കുമല്ലേ ഗീസ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. വണ്ടി അടിച്ചുകൊണ്ട് പോകേണ്ടത് എൻ്റെ വണ്ടിയാണ് ഗീസ്. എവിടെയെങ്കിലുമൊക്കെ ഒതുക്കൂ. പന്ന വണ്ടി തറയിൽ പോണ് ഗൈസ്. ഞാനതാ വണ്ടി ഇവിടെ എങ്ങനെയോ ഒതുക്കി വെച്ചിട്ടുണ്ട്. മിണ്ടായിരുന്നോണം വണ്ടിയുടെ അടുത്താണ് മിണ്ടായിരിക്കാൻ പറയണം. ബെൻസിൻ്റെ ലോറിയാണ് ഗൈസ്. വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. വണ്ടി ഐഫോണാണ് ഗൈസ് സൈഡിൽ ഇരിക്കുന്നത്. നമ്മളെ ഫോണാണ് നമ്മളിപ്പോഴും നമ്മുടെ സൈഡിലോട്ട് വെച്ചാണ് ഗൈസ്. കയറിയപ്പോഴേ വെച്ചതാണ് ഐഫോണൊക്കെ എടുത്ത്. S23 ആണ് ആ ചാരി ഇരിക്കുന്ന ഫോൺ. S23 അൾട്രയാണ് ഗൈസ്. താഴെ ഐഫോൺ. നമ്മൾ 2 ഫോണുണ്ട് ഗൈസ്. ഗൈസ് ഞാൻ നമ്മളെ വണ്ടിയും കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. എൻ്റെ ആളിയാ വണ്ടിയൊക്കെ ഞാൻ വളച്ചെടുക്കുന്നുണ്ടോ മോനെ സീൻ. ഗൈസ് ഞാൻ വണ്ടി പതുക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ഈ വണ്ടി കാണുന്ന പോലെയല്ലേ ഓടിയാൽ നല്ല ടഫാണ്. നിങ്ങൾക്ക് എൻ്റെ ഡ്രൈവിങ് കണ്ടാലേ മനസ്സിലാവും ഓടിയാൽ ഭയങ്കര പാടാണ്. അല്ലെ എയർപോർട്ടിലായിരുന്നു ഈ വണ്ടികളൊക്കെ കിടക്കുന്നത്. നമ്മൾ പുല്ലിൽ കൂടെ എടുക്കുമ്പോൾ പിന്നെ അത്ര സുഖം അത്ര ഡ്രൈവ് ചെയ്യാൻ അത്ര പാടില്ല. പുല്ലിൽ കൂടെ എടുക്കുമ്പോൾ നമ്മൾ പുല്ലിൽ കൂടെയൊക്കെ തൽക്കാലത്തേക്ക് കൊണ്ടുപോകണം. പച്ച പുല്ലിൽ കൂടെ ഇവിടെ കഞ്ചാറ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ബിൽഡിങ് തന്നെയാണ് എയർപോർട്ട് എന്ന് പറയും. അതിവിടെ 5-6 R15 V3 എഡിഷൻ വണ്ടിയൊക്കെ കൊണ്ടുപോകാനൊക്കെയാണ്. വണ്ടി നേരെ അവിടെ കയറ്റണം. നമ്മൾ R15 ഒക്കെ പോകണ്ടെന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ R15 ഒക്കെ എടുത്ത് കയറ്റിട്ട് കാണാം ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല ഗൈസ്. ഇത് ഞാൻ വിചാരിച്ച R15 V3 മാത്രമേ കാണുള്ളൂ. ഇത് ഇഷ്ടം പോലെ വണ്ടിയുണ്ട് ഗൈസ്. നമുക്ക് ഹുഡി ഇട്ടുകൊണ്ട് വണ്ടി ഓടി ചൂടെടുക്കും. നമുക്ക് വണ്ടിക്കകത്ത് AC ഒക്കെ കൊണ്ടിട്ട് എനിക്ക് ചൂടെടുക്കും. ആവുന്നില്ല, നമുക്ക് ഈ ഹുഡി മാറ്റിയിട്ട് വേറെ വല്ല ഡ്രസ്സ് ഇടാം. ഓക്കെ ഗൈസ് ഇപ്പോഴാണ് നമ്മളൊരു പെർഫെക്റ്റ് ലുക്കായ. തൊപ്പി വണ്ടിക്കകത്തുണ്ട്. തൊപ്പി വണ്ടിക്കകത്ത് വെച്ചാൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്കകത്തിരിക്കുന്ന തൊപ്പി എടുത്ത് വെച്ചിട്ട് വരാം. ഗൈസിനകത്ത് തൊപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സെറ്റപ്പ് വണ്ടിയാണ് ഈ R15 V3 ഡ്യൂക്ക് 390 ഉണ്ട്. പിന്നെ ഒരു ഏതായിരുന്നു വണ്ടിയുടെ പേരും മറന്നുപോയല്ലേ, ആ പൾസറിൻ്റെ RS 200 ഉണ്ട്. പിന്നെ നമ്മളൊരു നിഞ്ച ZX 10R, ഒരു ഹയാബൂസ, ഒരു നിഞ്ച H2R ഉണ്ട്. ഇത്രയും വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോയി
എവിടെയോ ഒരു സ്ഥലത്തായിരുന്നു കൊണ്ട് കൊടുക്കാനുള്ള ലൊക്കേഷനാണ് നമ്മൾ S23 നമ്മൾ ഇട്ട് വെച്ചേക്കുന്നത് ഗൈസോടെ. എൻ്റെ മോനെ ഗൈസ് ഞാൻ പതുക്കെ കൊച്ചിനെ പോലെ വണ്ടി എടുക്കുന്നത്. നമ്മൾ നേരത്തെ കളിച്ച് വന്നതുപോലെയൊന്നും അല്ല ഗൈസ്. ഇപ്പോഴും വണ്ടിയുടെ ബാക്കി വണ്ടിയാണ്, ഈ കാറാണ് ഇരിക്കുന്നത്. ബൈക്ക് കാറ് പറഞ്ഞു ഇപ്പോൾ ബൈക്ക് പറയാൻ വയ്യ ഗൈസ്. ഞാൻ എന്താ വണ്ടി നല്ല എൻ്റെ അളിയ വണ്ടി നല്ല സ്പീഡ് എടുക്കുന്നുണ്ട്. ചേടാ എൻ്റെ അളിയ ഈ ലോറി കൺട്രോൾ ചെയ്യാൻ നല്ല പാടാണ് ഗൈസ്. നല്ല പാടെന്ന് വെച്ചാൽ പക്കാ പാടാണ്. പോടെ എടാ പോടാ ഫ്രണ്ടിൽ നിന്ന് അത് മാറാ അങ്ങോട്ട്. ഇത് കൊടുക്കാനുള്ള സ്ഥലം മറ്റൊരു ഇവിടെ ഉള്ളത് കാറിൻ്റെ ഒരു ഷോറൂമാണെന്നാണ് അവളത് പറഞ്ഞത്. ഈ കാർ ഷോറൂമിൻ്റെ എങ്ങനെ കാണിച്ച് ചൊറിഞ്ഞു വരും കേസ്. വലിയ ഷോ ആണ് ഇങ്ങനെ ഫോൺ വെച്ച് വണ്ടി എടുത്തിട്ടുണ്ടോടാ എന്താ അവൻ ചുമ്മാ ഷോ കാണിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെ മര്യാദയ്ക്ക് പോയി നീ അവിടെ കിടക്കുന്ന ആ വണ്ടികൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാ, അങ്ങനെ മറ്റേത് മറിച്ചത് എൻ്റെ അടിച്ച് പറയും കേട്ടോ ഈ സാധനം. അവൻ്റെ വർത്താനം കേൾക്കുമ്പോഴേ ചൊറിഞ്ഞു വരും. ബോയ് നമ്മൾ വണ്ടി ഇടിച്ചിട്ടുണ്ട്. അവനുള്ള പണിയാണ് ഇത്. വണ്ടിയെല്ലാം അവിടെ ഞെരിക്ക് കുത്തിയാണ് വെച്ചിട്ടുണ്ട്. ഇനി അവൻ 5-6 മുക്കും വണ്ടി എടുക്കുക, മുക്കും ടൈഗർക്കാ മുക്കും തടത്തൊക്കെ നമ്മൾ ഇവിടെ ഇടാൻ പോകുന്ന വണ്ടി ഇവിടെ തന്നെ ഇട്ട് അല്ലെങ്കിൽ വേണ്ട സ്റ്റാറടാ. ഇത് അവൻ്റെ ഷോറൂമിൻ്റെ വണ്ടിയില്ലേ, അപ്പോൾ അവനിട്ടൊരു പണിയേക്ക് നമുക്ക് ഇത് ഒരു പെൺപിള്ളെ ഇടിച്ചിട്ടുള്ള അവൻ്റെ ആരെങ്കിലും അവനായിരിക്കും ഇടിച്ചിട്ടെന്ന് ശരി തല വരിട്ടാരിട്ട് നമ്മളിവിടെ നിന്നൊരു വണ്ടി എടുത്തോണ്ട് പോകും പൈസ. അതിൻ്റെ അതൊക്കെ അത്രയേ ഉള്ളു. ജയിലർ ഡേ ഇട്ട് പാടുക്ക പുയല ഡേ ജയിലർ ഗീസ് നമുക്ക് അവൻ്റെ ഫെറാറി എടുക്കണം, അത് മസ്താങ് എടുക്കണം, സൂപ്പർ എടുക്കണം. തൽക്കാലത്തേക്ക് മസ്താങ് എടുത്താലോ എന്ന് ആലോചിക്കണം. വേണ്ട, സൂപ്പർ എടുക്കാം. ഇത് നമ്മൾ ഇത്രയും സമയം കഷ്ടപ്പെട്ട ലോറി ഓടിച്ചില്ലേ, അതുകൊണ്ട് അവൻ്റെ ഒരു സൂപ്പർ ഉണ്ട്. ആ സൂപ്പർ തന്നെ കൊണ്ട് തരാൻ പറയാം. എനിക്ക് നിൻ്റെ ആ സൂപ്പറ തന്നെ വേണം. നീ ഷോട്ട സൂപ്പർ എന്താന്ന് എന്നെ ഒതുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിട്ടല്ല. ഗേസ് ഇപ്പം അവൻ്റെ സൂപ്പറെ കൊണ്ടുവരും, അപ്പോൾ നമുക്ക് അവൻ്റെ സൂപ്പർ എടുത്തിട്ട് പോകാം. ഗായ്സ് ഇതാണ് അവൻ്റെ സൂപ്പറ. ഇത് കളർ ചേഞ്ചിങ് സൂപ്പറാണ് ഗേസ്. ഇത് ഈ ലോകത്ത് തന്നെ ആകെ ഒരെണ്ണേ ഉള്ളൂ ഗേസ്, 2 ഉള്ളു. ഒന്ന് നമ്മളെ പഴയത്, പിന്നെ ഒന്ന് ഇവൻ്റെയും. ഗേസ് നമ്മൾ ഒരു ഷോറൂം വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്, കാർ ഷോറൂം. നമുക്കവിടെ അല്ലെങ്കിൽ റൈഡ് ചെയ്തല്ലേ നമുക്ക് ഈ വണ്ടി ഉണ്ടല്ലോ ഇതങ്ങ് വിൽക്കാൻ പറയാൻ വന്നതായിരിക്കും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല ഗൈസ്, ഈ വണ്ടിക്കില്ല. നമുക്ക് ഇത് റെഡി ചെയ്യാം. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടുന്ന ജോബുകൾ ഇനിയും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പം നമുക്ക് ആദ്യം ഒരു ജോബ് ചെയ്ത് ഇത്തിരി പൈസ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്കൊരു സ്കൂട്ടി വാങ്ങിച്ചിട്ടേ ഈ സിറ്റിയിലും ഒരു മരച്ച് വിറ്റ് പൈസ കൂട്ടി വയ്ക്കുക. വണ്ടികളൊക്കെ എടുക്കുക, കൂട്ടി വയ്ക്കുക. കേസ് അവനാദ്യം ഭയങ്കര എതിർപ്പായിരുന്നു, വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല, ആദ്യം ഇത് മറ്റിമറിച്ചുറങ്ങിൻ്റെ മൂടുന്നു. ഞാൻ മര്യാദയ്ക്ക് വണ്ടി എന്നല്ലെങ്കിൽ നിൻ്റെ ആ വണ്ടി ഷോറൂം തന്നെ ഞാൻ കത്തിച്ചളയെന്ന് പറഞ്ഞു.
ഞാൻ തന്നെയാണ് അതുകൊണ്ട്. കേസ് നമ്മളുടെ ഒരു കൂട്ടുകാരനുണ്ട്, ചെറുക്കൻ്റെ പേര് യാഷ് എന്നാണ്. അവൻ പോലീസ് ഓഫീസറാണ് കേസ്. അവൻ്റെ ഒരു വണ്ടിയുണ്ട്, പോലീസ് വണ്ടിയാണ്. ആ വണ്ടി ഓടിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം അവനാണെങ്കിൽ ഇന്ന് വീട്ടിലില്ല. അവൻ്റെ വണ്ടിയൊക്കെ ഒന്നുകൊണ്ട് പെട്രോൾ അടിച്ചിടാൻ നമ്മളടുത്ത് പറഞ്ഞായിരുന്നു. നമുക്ക് അവൻ്റെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പോൾ പോയി വണ്ടി എടുക്കാത്താന്ന് ചോദിക്കാം. അയ്യോ ഗൈസ്, ഇതെന്താ ഗൈസ്, അത് നമ്മൾ സ്റ്റോറിന്ന് അറിയാതെ ഇറങ്ങിപ്പോയി. ഇത് നമ്മൾ മുമ്പ് നമ്മൾ സബ്സ്ക്രൈബർ പറഞ്ഞൊരു ചീട്ടാണ്. ഇനി സ്റ്റോറിയിലോട്ട് തിരിച്ചു വരാം ഗൈസ്. നമ്മളെ ബൈക്ക് മറ്റേ സ്ഥലത്ത് ഇരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മളെ നെയ്ബറിൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് യാഷിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഗൈസ് ഇതായിപ്പോൾ വണ്ടി ഇടിച്ചതിന് നമ്മളിതാ നേരെ നമ്മളെ നെയ്ബറിൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ തന്നെ പോകുന്നുണ്ട്. ആ റോബോട്ടിനെ പോലെ സംസാരിക്കാൻ നിൽക്കുന്നതാണ്, പക്ഷെ നടന്നില്ല. എല്ലാവരും മറബയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാല് പിടിച്ചപേക്ഷിക്കാം. ഗൈസ് നമുക്ക് ഒരു സബ്സ്ക്രൈബർ പോലും കൊടുത്തില്ല ഗൈസ്. ആരെങ്കിലും ഇത്തിരി നമ്മൾക്ക് ഒരു സബ്സ്ക്രൈബ് എത്താ ഗൈസ്. അത് നമുക്ക് 300 സബ്സ്ക്രൈബർ ആയാ നമ്മളൊരു സാധനം ചെയ്യും ഗൈസ്. കൊണ്ട് 300 സബ്സ്ക്രൈബറായ പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കമൻറ്റും ഞാൻ അതേപടി എല്ലാ ഗെയിം കളിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും ഗൈസ്. നമുക്കൊരു 300 സബ്സ്ക്രൈബർ അടിച്ചാൽ ഗൈസ്. നിങ്ങളെല്ലാവരും പെട്ടെന്ന് നമ്മളെ കൊണ്ട് 300 സബ്സ്ക്രൈബർ അടിപ്പിക്കൂ. നമ്മളെ യാഷിൻ്റെ വീട് അവിടെയാണ്. വണ്ടി കിടക്കണം അവിടെയാണ് ഗ്യാരേജിൽ. നമ്മൾ ഗ്യാരേജിൻ്റെ അകത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് കാണാം ഗൈസ്. ഗൈസ് നമുക്ക് ബൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇത് തന്നെയാണ്. ഇതിൻ്റെ സൈറൻ്റെ ശബ്ദം ഞാൻ ഒന്ന് കേൾപ്പിച്ചത്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ ശബ്ദം. ഞാൻ എന്താ നേരെ വണ്ടി എടുത്തിട്ടങ്ങ് പോവുകയാണ്. ഇന്ന് അവനെ പോയിരിക്കും ഗൈസ്, ചട്ടിയിലെടുത്തിട്ട് പോയിരിക്കും. വണ്ടി ഇന്ന് പെട്രോൾ അടിക്കാനാണ് ചെറുക്കൻ്റെ തന്നത് വണ്ടി. നമുക്ക് വേറെ കാറും ബൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി അവൻ്റെ തന്നെ ഗൈസ്. അല്ല നമുക്ക് സ്വന്തമായിട്ട് എപ്പോഴൊന്നും വണ്ടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. വണ്ടി കൊണ്ട് വളച്ച് കയറ്റി. ആൻഡ് ഇനി നമുക്ക് പെട്രോൾ അടിക്കാം. ചേട്ടാ ഒരു എത്രയ്ക്ക് അടിക്കാം? നമുക്ക് 2000 രൂപയാണ് തന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ. ചേട്ടാ ഒരു 1900 പെട്രോൾ. ബാക്കി 100 രൂപ നമ്മളെ കയ്യിൽ. നമുക്ക് പോയി കുഴിമന്തിയൊക്കെ വാങ്ങിച്ചടിക്കാം ഗൈസ്, കഴിക്കാം ഗൈസ്. മന്തി ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നമുക്കൊരു ഐഡിയ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു കുഴിമന്തിക്കടുണ്ട്. ഇതാണ് നമ്മളെ 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മളെ സ്വന്തം വീടിൻ്റെ അടുത്ത് കിടന്ന് നമുക്കിവിടെ നിന്നൊന്നും ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല ഗൈസ്. ചുമ്മാ പറഞ്ഞാൽ ഇനി 2000 രൂപയൊന്നും അല്ല എന്നാണ്. ഈ 2500 തന്നു. 600 രൂപ നമുക്കുള്ള നമ്മളേലാണ് 600. പ്ലീസ് നമുക്ക് കയറി ഒന്ന് കഴിച്ചിട്ട് വരാം. ചിക്കനൊക്കെ പല്ലിൻ്റെ ഇടയിൽ കയറി. അയ്യോ ചെറുക്കൻ്റെ പൊട്ട വണ്ടി. അവൻ്റെ ഒരു പോടാ വണ്ടി പോടാ. ഈ വണ്ടിയുടെ ചീട്ടെ, ഈ വണ്ടിയുടെ നമ്പർ ഇതിൻ്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 100. നമ്മൾ തലയിൽ തിരിച്ച് വായിച്ചാലേ മനസ്സിലാവും. 100 എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഗെയിമിൻ്റെ ഡെവലപ്പറിൻ്റെ മിസ്റ്റേക്കാണ് 100-നെ തലച്ച് 001 അടിച്ചു വെച്ചത്. അത് സീനില്ല. അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇപ്പം വണ്ടി എങ്ങനെയൊക്കെയോ വിളിച്ചെടുക്കുന്നത്. യാഷിൻ്റെ പ്രിയപ്പെട്ട വണ്ടിയാണ് ഗൈസ്. നമ്മളെ ബൈക്ക് നമ്മൾ കൂട്ടുകാരൻ പിന്നെ ഇവിടെ കൊണ്ടുവച്ച് നമ്മൾ സുപ്ര കാണാനില്ല. എൻ്റെ സുപ്ര താരെടുത്തുണ്ട് ഗൈസ്. മിക്കവാറും ഇത് ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോയതായിരിക്കും. എന്താ ഗൈസ് അവിടെ എന്തൊരു മാർക്കിങ് ഉണ്ടല്ലോ, പോയി നോക്കാം.
ഗൈസ് ഇവിടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് കളർ ഇൻഡുയൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കള്ളന്മാർ കയറുന്നതാണെന്നാണ് തോന്നുന്നത്. ഏതോ കള്ളന്മാരാണ് ചെയ്തേക്കുന്നത്. എന്താണ് നമ്മളെ ലോക്കറിൽ പൈസയൊക്കെ ഉണ്ടാകും നമ്മളെ ഷെൽഫിൽ. ഗൈസ് നമ്മളെ ഷെൽഫിൽ പൈസയൊന്നും കാണില്ല ഗൈസ്. ഇതാര് ചെയ്ത പണിയാണ്. കോപ്പിൻ്റെ ഷെൽഫിരുന്നു പൈസ. ഞാൻ എൻ്റെ ഒരു വണ്ടി വാങ്ങാൻ വെച്ചിരുന്ന പൈസയാണ് ഈ സ്കൂട്ടി 1,00,000 രൂപ. അതാരായിട്ട് എടുത്തോണ്ട് പോയാലും അവൻ നമ്മൾ കയ്യോടെ പൊക്കും ഗൈസ്. ഇതെല്ലാം അടുത്ത പാർട്ടി വരുന്നതായിരിക്കും. അപ്പം ഗൈസ് ഓക്കെ, ഇനി ഞാൻ പോകുന്നു. ബൈ ദ ബൈ. എല്ലാവരും ടേക്ക് കെയർ ഒക്കെ ചെയ്തി. നിങ്ങളെ വണ്ടികളും ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ട് പോകും. കുട്ടികളെ ഒന്നും അധികം വെളിയിൽ ഇറക്കാതെ നോക്കണം ഗൈസ്. ഇപ്പം നിങ്ങൾ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ, ഞാൻ ഒത്തിരി ന്യൂസ് സംസാരിക്കുന്നതാണ്. അപ്പം ഗൈസ് ബൈ ബൈ. തീർന്നു. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യുക. ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക മറക്കല്ലേ.